എൻ്റെ പേര് മഞ്ജു ജോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണത്. ഞാൻ ലൂർദ് ഇടവകയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ആ ഉടമ്പടിയിൽ ഞാൻ വന്നത് എനിക്ക് വയറിനൊരു അസിഡിറ്റി ബേണിങ് ഒരു അസുഖമായിട്ടാണ്. ആ രോഗം എനിക്ക് സൗഖ്യം കിട്ടി ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഞാനിപ്പോൾ സാക്ഷ്യം പറയണത് എനിക്ക് 2007 മുതൽ, അതായത് അന്ന് എനിക്ക് 34 വയസ്സുള്ളൂ. എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് ഫൈബ്രിഡിനോമസ് എന്ന് പറഞ്ഞിട്ട് ഫൈബ്രോയിഡും സിസ്റ്റും അതുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം മാമോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഇത് സ്പ്രെഡായിട്ട് കിടക്കുകയാണ്, ഇതിന് മെഡിസിൻ ഇല്ല, ഇത് സിസ്റ്റും ഫൈബ്രോയിഡും ബ്രസ്റ്റിലും ഉണ്ട് യൂട്രസിലും ഉണ്ട്, ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യണം, എവറി 2 years മാമോഗ്രാം ചെയ്ത് നോക്കണം, ഇതിന് എത്ര വളർച്ചയുണ്ട്, ചിലപ്പോൾ ഇത് കുറേ കൊല്ലമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ 6 നിയോഗങ്ങളിൽ ആദ്യമായിട്ട് എനിക്കിത് സൗഖ്യം കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് മറ്റുള്ളവരുടെ കാര്യം എഴുതുമ്പോൾ എൻ്റെ എപ്പോഴും ലാസ്റ്റായിട്ട് ഞാൻ എഴുതാറുണ്ട്. അപ്പം ഞാൻ എന്നും ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി പോകുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇതുവരെ പരിശുദ്ധ അമ്മേനെ എടുക്കാനോ ഞാൻ അമ്മേനെ സ്വപ്നത്തിൽ കാണുകയോ ഒന്നും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഒരു മഴവിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇന്നത് മാതാവിനോടൊരു പരാതി പറയും, എനിക്കങ്ങനെ ഒരു സമ്മാനം അമ്മ തന്നിട്ടില്ലല്ലോ എന്ന്. ലാസ്റ്റ് എൻ്റെ മാമോഗ്രാം 2022 അപ്പോൾ 22 ആയപ്പോൾ ഇതിന് ഓരോ കാറ്റഗറി ഉണ്ട്, കാറ്റഗറി 1 കാറ്റഗറി 2 എന്നൊക്കെ അവർ എഴുതും. അപ്പോൾ 2007 തൊട്ടിട്ട് ഇപ്പോൾ 22 ആയപ്പോൾ അത് കാറ്റഗറി 3 എന്നാണ് ഡോക്ടർ എഴുതിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി 4 ഒക്കെ ആയിക്കഴിയുമ്പോൾ അവർ പറയും ബയോപ്സി അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് പേടിയാണ്. ഒന്നാമത്തെ എനിക്ക് മാമോഗ്രാം പേടിയാണ്. അപ്പോൾ ഡോക്ടർ പറയും, ഞാൻ ചോദിക്കും ഇതിന് വല്ല മെഡിസിൻ ഉണ്ടോ? ഇല്ല മോളെ, ഇതിന് മെഡിസിൻ ഇല്ല, ഇത് നമുക്കിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഇത് അങ്ങനെയൊക്കെ പറയാം ഗൈനക്കോളജിസ്റ്റ്. ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ബ്രസ്റ്റിലും യൂട്രസിലും പരട്ടി പ്രാർത്ഥിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന്. ഞാനിത് സ്ഥിരം പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പം ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഉടമ്പടി പുതുക്കാനായിട്ടാണ് മെയ് 7 എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാനിവിടെ വന്നു. എൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് എനിക്ക് സൈൻ ചെയ്യാനായിട്ട് നിന്നപ്പോൾ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഇപ്പോൾ 2026 എനിക്ക് അമ്മേനെ എടുക്കാൻ കിട്ടിയിട്ടില്ല, ഒരു സമ്മാനം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അമ്മ എനിക്കൊരു സമ്മാനം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്നിരുന്നേ. ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഒക്കെ എഴുതി കഴിഞ്ഞ ആ ഡോക്യുമെൻറ്റിൽ ആ ഒപ്പിട്ട ഇപ്പോൾ ഞാൻ ആ ഒപ്പ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, ആ ഒപ്പ് ശ്രദ്ധിക്കുക, എന്താണ് ആൾ ഒപ്പിട്ടേക്കണേന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ മേരി ജോസഫ് എന്ന് ഒപ്പിട്ടേക്കണു. ഞാൻ ഇത്രയും ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ ഇതിൽ ആരാണ് ഒപ്പിടണേന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആ പ്രാവശ്യം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നത് ആരും ഒപ്പിട്ടേക്കണേ. അപ്പം ഞാനിതൊന്നും ഇങ്ങനെ എനിക്ക് ഉള്ളിൽ മനസ്സിലായത് പരിശുദ്ധ അമ്മ എന്നെ മനസ്സിൽ തോന്നിക്കുകയാണ്, നിൻ്റെ ഉടമ്പടി ഒപ്പിട്ടത് ഞാനാണ്, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന്. എനിക്കത് വളരെ സന്തോഷമായി. അമ്മ ഒരു ബർത്ത്ഡേ സമ്മാനം എനിക്ക് തന്നല്ലോ എന്ന് വെച്ച് ഞാൻ വീട്ടിൽ ചെന്നു. അത് മെയ് 7 ഞാൻ അപ്പോഴും എൻ്റെ ചെക്കപ്പിനൊന്നും പോവില്ല, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല. പെടുന്നതിന് ജൂൺ 19 ഈ ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട് റെഡ് കളറിലൊരു പാച്ച് വന്നു. അപ്പോൾ എനിക്ക് പേടിയായി. ഹസ്ബൻഡാണെങ്കിൽ എന്നെ വഴക്കും പറഞ്ഞു, നീ അങ്ങനെ ചെക്കപ്പ് നോക്കാണ്ടൊക്കെ നടന്നിട്ട് അതെന്താവും എന്നൊക്കെ അറിയില്ല വേഗം. ഇപ്പം ഈ പാച്ച് കണ്ടപ്പോൾ എനിക്കും പേടിയായി. അപ്പം ഞാനും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഉടനെ മാമോഗ്രാം എഴുതി. എനിക്ക് ഒന്നാമത്തെ മാമോഗ്രാം പേടിയുള്ള ആളാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വേദനയൊക്കെ ആണല്ലോ എന്നൊക്കെ ഉള്ളത്. ഞാൻ ഉടമ്പടി തൈലൊക്കെ പരട്ടി ഈ വെഞ്ചരിച്ച ഉപ്പും എല്ലാം ഞാൻ ആ മാമോഗ്രാം റൂമിൽ ഞാൻ സ്ഥലത്തൊക്കെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ കാറ്റഗറി 3 നീ ഇതെനിക്ക് കുറച്ച് തരണേ, ഇത് ഇനി 4ഉം 5ലേക്കൊക്കെ പോയാൽ ഇനി അവരെന്തൊക്കെയാണ് പറയാമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. മാമോഗ്രാം കഴിഞ്ഞു. പക്ഷേ ഈ മാമോഗ്രാം എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒട്ടും എനിക്കൊരു വേദന അനുഭവിച്ചില്ല. ആ കുട്ടി വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഞാൻ ഇത്രയേ ഉള്ളൂ, ഇത് കുറച്ചും കൂടിയൊക്കെ ഞാൻ വിചാരിച്ചു വല്ലാണ്ട് ഇങ്ങനെ അമർത്താവോ അങ്ങനെ. ഞാനിതിന് മുമ്പ് 3-4 പ്രാവശ്യമൊക്കെ എടുത്തതുകൊണ്ട് എനിക്കത് അറിയാം. അപ്പോൾ പക്ഷേ ഇല്ല ചേച്ചി ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ റേഡിയോളജിസ്റ്റ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതിലൊന്നും കാണുന്നില്ലല്ലോ, നത്തിങ് ടു വറി, ഇതിൽ ഞാനൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, ഇത് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇനി അടുത്തൊന്നും ഇങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ യൂട്രസും എല്ലാം വളരെ നോർമലായി കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ റിപ്പോർട്ട് കൊണ്ടുവന്നു. ഞാൻ അപ്പം തന്നെ അമ്മ വഴി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു. കാരണം ഇത്രയും മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ, ഒരിക്കലും പുറകോട്ടേക്ക് വരില്ല എന്ന് എൻ്റെ മനസ്സിൽ തന്നെ എനിക്കറിയായിരുന്നു. പക്ഷേ ഇത് പെടുന്നതിന് അമ്മ എനിക്ക് ഇടപെട്ടാണ് എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് ഓൺ ദ സ്പോട്ട് എനിക്കത് മനസ്സിലായി. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഓ ഇതിലൊന്നും കാണുന്നില്ല, ഒരു മെഡിസിനും വേണ്ടാത്ത എനിക്ക്, താൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മ എനിക്കൊരു സമ്മാനം തരും തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അന്ന് മേരി ജോസഫ് എന്ന അമ്മ ആ ഒപ്പിടുകയും അതിനുശേഷം പിന്നെ ഈ ഒരു സമ്മാനമാണ് അമ്മ എനിക്ക് ഒരുക്കി വെച്ചതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു, തൃശ്ശൂർ തന്നെയാണ്, ടൗണിലാണ്. പക്ഷേ അത് ഒരു കുറച്ച് പഴയ വീടാണ്. അപ്പോൾ അത് ഞങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, വീടല്ല. അപ്പോൾ കുറച്ച് റൂംസ് പോലെയും ഒക്കെ കുറച്ചും കൂടി അതിന് മെയിൻ്റനൻസ് വർക്കൊക്കെ കൂടുതലാണെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതും വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, അമ്മ ഞങ്ങൾക്ക് അനുകൂലമായ ഒരാളെ ഞങ്ങൾക്ക് നീ കൊണ്ടുവന്ന് തരണേന്ന്. അതേപോലെ ഒരു വ്യക്തി ആ കട ഞങ്ങൾ വിചാരിച്ച വാടകയ്ക്ക് തന്നെ അതിനും റെൻറ്റിനെടുത്തു. അമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കിട്ടിക്കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ പോയി, അവിടെ റോട്ടിലും അവിടെയൊക്കെ നിന്ന് അവരുടെ ഇടയിൽ ഞാനിത് വിതരണം ചെയ്യും. കുറേ പേര് വാങ്ങിച്ചിട്ട് സ്പീഡിൽ ഓടിപ്പോവും, ചിലർ അടുത്ത് വന്ന് നിന്ന് എന്താണെന്ന് ചോദിക്കും. അപ്പം ഞാനിത് പറയും, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. അത് ആണ് പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവൃത്തി ഞാൻ പാവപ്പെട്ടവരെ അവർ സഹായം ചോദിച്ചു വരണവരെയും ഞാൻ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ മനസ്സ് കൊടുക്കും. അവരെന്താണ് പറയണതെന്ന് ഞാൻ കുറച്ച് നേരം കേട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്ത് കൊടുക്കാറ്. അതുപോലെ തന്നെ ഓർഫനേജ് വിസിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റവും അധികം കാരുണ്യ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യണത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ട് കുറേ പേര് ഉടമ്പടിയിൽ അത് മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് സാധിക്കാണ്ട്, ചിലപ്പോൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാവും അവർ വിചാരിച്ച കാര്യം നടക്കാണ്ടൊക്കെ അവരത് ബ്രേക്ക് ചെയ്ത് 90 ദിവസമാകുമ്പോൾ അത് നിർത്തിപ്പോണവരുണ്ട്. ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ ഞാനത് ചോദിക്കും, പുതുക്കിയില്ലേ, അതോ ഒന്നും കൂടി ചെയ്യൂ, അങ്ങനെ ചെയ്താൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്കത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആത്മീയ ജീവിതം ഞാൻ വിശുദ്ധ ബലിക്ക് മുടക്കല്ലാണ്ട് എല്ലാ ദിവസവും ഞാൻ പോവാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാനങ്ങനെ എല്ലാവരെയും ഹസ്ബൻഡും മക്കളും ഒക്കെ അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ബൈബിൾ വായന 1/2 മണിക്കൂറുണ്ട്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അത് കൂടും. ആഴ്ചവട്ടത്തിലെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ഒന്നല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഇരുന്ന് കൂടുകയും മറ്റുള്ളവർക്ക് അതൊക്കെ ഡെയിലി ബ്രെഡ് ഡെയിലി ഞാൻ ഫോർവേഡ് ചെയ്തൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21:6 ഉടമ്പടി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ്. കാരണം പഴയ നിയമത്തിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുണ്ടായിരുന്നു. ഇന്നും ആ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവം തൻ്റെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ആത്മീയമായും ശാരീരികമായും അനുഗ്രഹിക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധം പുതുക്കുവാനാണ് നമുക്ക് സാധിക്കുന്നത്. അമ്മ മാതാവ്, കൃപാസനം അമ്മ ആ തിരുസന്നിധിയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. അമ്മയുടെ മാധ്യസ്ഥതയിൽ ആ തിരുസാന്നിധ്യം കൂടുതൽ അനുഭവിക്കാനാണ് നാം ഇന്ന് പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവ സാന്നിധ്യം, ദൈവാനുഭവം ആണ് നമ്മളോട്
മഞ്ജു ജോൺ എന്ന സഹോദരി പങ്കുവച്ചത്. ഇന്ന് രണ്ടാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ ആദ്യം എത്തിയപ്പോഴൊരു രോഗസൗഖ്യം ലഭിച്ചു, സാക്ഷ്യപ്പെടുത്തി. പിന്നീട് 34-ാമത്തെ വയസ്സിൽ, അതായത് 14 വർഷം മുൻപ്, ഒരു ഫൈബ്രോയിഡ് യൂട്രസിലും ബ്രസ്റ്റിൽ ഒരു സിസ്റ്റം ഒക്കെ ആയിട്ടാണ് ഈ മകള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. പിന്നീട് അത് സ്പ്രെഡ് ആവുകയും ബ്രസ്റ്റിലെ യൂട്രസിലുമുണ്ട്. അത് ഓരോ പ്രാവശ്യവും സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. അത് ഭാവി തന്നെ ഫ്യൂച്ചറിൽ മൊമോഗ്രാം ഓൾവേസ് എവറി ഇയർ ക്വാർട്ടർ വൈസ് അറ്റ്ലീസ്റ്റ് ചെക്കപ്പ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രൊസീജിയേഴ്സാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പിന്നീട് അത് കാറ്റഗറി 3യുമായി. ഇതിന് മരുന്നില്ല, കാരണം സ്പ്രെഡാണ്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. മെയ് 7-ാം തീയതി അമ്മയുടെ ദിവസമാണ്. 7-ാം തീയതി ഈ സഹോദരിയുടെ ബർത്ത്ഡേയും മെയ് 7-ആണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും എല്ലാവരും അടയാളം ചോദിച്ചപ്പോൾ അമ്മ കൂടെ ഉണ്ടോ എന്നൊരു സാന്നിധ്യത്തിനായിട്ടാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എന്തോ മനസ്സിലൊരു ഉൾപ്രേരണ, ആ പേപ്പറിലൊന്ന് നോക്കൂ എന്ന്. ഒരിക്കലും അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ ആ പേപ്പർ നോക്കുകയും അന്നത്തെ ദിവസം അമ്മയിൽ നിന്ന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആഗ്രഹിച്ചു. അമ്മയുടെ സാന്നിധ്യമാണ് വേണ്ടിയിരുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വരുമ്പോൾ നാം പലപ്പോഴും ഭൗതികമായിട്ട് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുന്നത്, ഒരു വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധവും. പക്ഷേ പിന്നീട് നമ്മൾ ഉടമ്പടിയിൽ പ്രോഗ്രസ് ആകുമ്പോൾ ആ വിഷയബന്ധിയിൽ നിന്ന് മാറി ഒരു വ്യക്തിപരമായ ഒരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധമാണ്, ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് നാം മാറുന്നത്. അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യമൊക്കെ അറിയണമെന്നുള്ളൊരു പ്രാർത്ഥന. ബർത്ത്ഡേ ഗിഫ്റ്റിന് ചോദിച്ചത് അമ്മയുടെ ഒരു സാന്നിധ്യമാണ്. അന്ന് പതിവില്ലാതെ മനസ്സിലെ ഉൾപ്രേരണ നിമിത്തം ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത പേപ്പറിലേക്ക് നോക്കുവാനാണ് ഈ സഹോദരിക്ക് തോന്നിയത്. അന്ന് നോക്കിയപ്പോൾ മേരി ജോസഫ് എന്ന പേര് കാണുകയും അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. കാരണം പല പ്രാവശ്യവും ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ആ പേപ്പർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് അമ്മ പറഞ്ഞാണ് ആ പേരും പേപ്പറും ഒക്കെ ശ്രദ്ധിച്ചത്. അങ്ങനെ അന്ന് സൈൻ ചെയ്ത ആ പേപ്പർ കണ്ടപ്പോൾ അമ്മേൻ്റെ കൂടെ കൊണ്ട് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി തിരിച്ചുപോയി. പിന്നീട് വീണ്ടും ബ്രസ്റ്റിൽ ഒരു റെഡ് കളർ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനാൽ വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. മാമോഗ്രാം ചെയ്തപ്പോഴത്തേനാണ് പിന്നീടെല്ലാം നോർമലാണെന്നും ഈ സഹോദരി തന്നെ ആദ്യം എടുത്ത പേപ്പറും അവസാനം എടുത്ത പേപ്പറും ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ടിലും ഒരു റിവേഴ്സായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. കാരണം ആദ്യത്തിനകത്ത് എല്ലാം ഉണ്ട്, അവസാനത്തെ പേപ്പറിനകത്ത് ഒന്നുമില്ല. എവറിത്തിങ് ഈസ് നോർമൽ എന്നൊരു ഒരു റിസൾട്ടാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. അവിടെയും ഈ സഹോദരി എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിൻ്റെ ഫലമായിട്ടാണ് യൂട്രസിലുള്ള സിസ്റ്റം, ബ്രസ്റ്റിലുള്ള ഫൈബ്രോയിഡും, യൂട്രസിലുണ്ടായിരുന്ന ഫൈബ്രോയിഡും ബ്രസ്റ്റിലുണ്ടായിരുന്ന സിസ്റ്റം ഒക്കെ എല്ലാം അമ്മ തന്നെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് എല്ലാം തുടച്ചു മാറ്റുകയായിരുന്നു. ഇവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയും അനുഗ്രഹവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ഒരു ഷോപ്പിൻ്റെ കാര്യമാണ്. ആ ഷോപ്പ് അനുയോജ്യമായ വാടകക്കാർ എത്തുവാനും അതെല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാം ക്രമീകരിക്കുവാനും ഒക്കെ സാധിച്ചു. ആത്മീയ ജീവിതവും കാരുണ്യപ്രവൃത്തിയിലും എല്ലാം ഉടമ്പടി നിബന്ധന പ്രകാരം തന്നെ പാലിക്കാൻ സാധിക്കുകയും അവിടെയെല്ലാം ഈശോയെയും കാരുണ്യപ്രവൃത്തിയിലൂടെയും പ്രേക്ഷിതപ്രവർത്തനത്തിലൂടെയും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുകയും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് നയിക്കുവാനുമൊക്കെ അമ്മയും ഈശോയും ഒക്കെ കൃപ നൽകി. അതിന് ഒരു സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഉടമ്പടി ജീവിതം പറഞ്ഞതുപോലെ ഒരു ആത്മീയ ബന്ധമാണ്. നമ്മളെ തന്നെ പുതുക്കുന്ന ഒരു പുതിയ ജീവിത രീതിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ കൂടി ദൈവസന്നിധിയിൽ ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാനുള്ള കൃപയ്ക്കായും പ്രാർത്ഥിക്കാം.
സഹോദരി മഞ്ജു ജോണിനും കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹം, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.